ജയ് ഭീം. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഭരണഘടന സംരക്ഷിക്കുന്ന ആളുകൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പല ഘട്ടങ്ങളിൽ ശബരിമല പോലെയുള്ള വിഷയങ്ങളിൽ, എയ്ഡഡ് സെക്ടർ പോലുള്ള വിഷയങ്ങളിൽ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി എന്ന് നമ്മൾ പറയില്ലേ, ഭരണഘടന കീറി മുറിച്ച് വിധി പറയുന്ന അതിനധികാരപ്പെട്ട ആൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും അതിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ട ആളുകളാണ്. ഈ കഴിഞ്ഞ ദിവസം കിഷോർ കുമാർ രാകേഷ് എന്ന് പറയുന്ന ഒരു വക്കീൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഗവായിയെ ഷൂ എടുത്ത് എറിഞ്ഞിരുന്നു. ഇന്ത്യയിലെ പത്രദൃശ്യ മാധ്യമങ്ങളും വളരെ ചർച്ച ചെയ്തു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കളും അതിന്മേൽ അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറയാത്ത ആളുകളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം ശരിയല്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനെ പ്രധാനമന്ത്രിയാക്കുവാൻ വേണ്ടി പണിയെടുത്ത RSS സംഘപരിവാർ കേന്ദ്രങ്ങൾ അത് ശരിയാണെന്ന് വാദിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് ജനാധിപത്യത്തിനെതിരാണ് ഈ RSS സംഘപരിവാർ കക്ഷികളെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. മാത്രവുമല്ല, പല ആളുകൾ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണത് പറയുന്നത്. ഇപ്പോൾ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ പറയുന്നത് ഭഗവാൻ വിഷ്ണുവിനെ അധിക്ഷേപിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഷൂ എറിയേണ്ടി വന്നത് എന്നുള്ളതാണ് അവർ പരാമർശിക്കുന്നതാണ്. ഭഗവാൻ വിഷ്ണുവിനെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. മധ്യപ്രദേശിലൊരു ക്ഷേത്രത്തിൽ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നടക്കുന്ന കേസുമായി ബന്ധപ്പെടൽ നടക്കുന്നതിൽ ഇടയിലാണ് ബഹുമാന്യനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഭിപ്രായം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്രേ പറയുന്നുള്ളൂ: നിങ്ങൾ പ്രാർത്ഥിച്ച് ആ വിഷ്ണുവിനെ അവിടെ തിരികെ കൊണ്ടുവരും, നിങ്ങളുടെ വിഷ്ണുവും ഒക്കെ നിങ്ങളെ രക്ഷിക്കില്ലേ എന്ന് ചോദിക്കുന്നു. അദ്ദേഹത്തിന് കാര്യമായിട്ടും കളിയായിട്ടും അത് പറയുവാനുള്ള അധികാരമുണ്ട്. കാരണം അന്ധവിശ്വാസങ്ങൾ നിയമം മൂലം നിരോധിച്ച ഒരു രാജ്യമാണ് നമ്മളുടേത്. നിയമം മൂലം അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഒക്കെ നിരോധിച്ച രാജ്യമാണ്. ആ രാജ്യത്ത് അതിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ അധികാരി തീർച്ചയായും ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായം പറഞ്ഞാൽ ഉടനെ ഇദ്ദേഹം ഷൂ എടുത്തെറിയുന്നത് എന്തുകൊണ്ടാണ്? സനാതനധർമ്മം എന്ന വിവേചന കർമ്മം, ആ വിവേചന കർമ്മം ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ബ്രാഹ്മണനായ വിവരദോഷിയായ ഈ കിഷോർ രാകേഷ് എന്ന് പറയുന്ന ആൾ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് നേരെ അദ്ദേഹം ഷൂ എടുത്തെറിഞ്ഞത്. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ ഉള്ളിൽ ഒരു ഹിന്ദുത്വവാദം, ഹിന്ദു തീവ്രവാദം ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ നിഴലിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരെ ഷൂ എടുത്തെറിഞ്ഞത്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇവർക്ക് നക്കുവാൻ വേണ്ടി കൊടുത്ത ഒന്നാണ് ഈ ഷൂ എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൻ്റെ ഷൂ നക്കിയ ആളുകളുടെ വർത്തമാനകാല പ്രതിനിധികൾ അന്ന് ഇംഗ്ലീഷുകാരനെ അനുസരിക്കുകയും അംഗീകരിക്കുകയും അവൻ്റെ അടിമത്വം സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഈ രാജ്യത്തിന് പുറത്തുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരനെ, ബ്രിട്ടീഷുകാരൻ്റെ അടിമത്വം സ്വീകരിക്കുകയും അവൻ്റെ നമ്മൾ പൂച്ചക്കണ്ണുകളും നിറങ്ങളും ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും, അവൻ്റെ കുട്ടികളെ പോലും പ്രസവിക്കുവാൻ ഒളിസേവ ചെയ്ത ആളുകളാണ് അവരിപ്പോൾ. ഇന്ത്യയുടെ ജനാധിപത്യ ക്രമം പാലിക്കുന്ന ഇന്ത്യയിൽ പരമോന്നത നീതിപീഠത്തിൻ്റെ അധികാരിയെ ഷൂ എടുത്തെറിയുക. അപ്പോൾ അന്ന് നക്കുമ്പോൾ ഷൂ നല്ലതായിരുന്നു, അന്ന് അത് നല്ലതായിരുന്നു. ഇന്ന് ഇവർക്കെതിരെ വന്നപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഷൂ മോശമായി. അതുകൊണ്ടാണ് ഷൂ എടുത്ത് അദ്ദേഹത്തിന് എറിഞ്ഞത്. ഇവിടെ ഗവായി പറഞ്ഞത് വളരെ ക്ലിയർ ആണെന്നുള്ളത് നമുക്ക് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്തിനാണ് ഇവർ കോടതിയിൽ വന്നത്? ഇവർ എന്ത് കാര്യം പരിഹരിക്കാനാണ്? മധ്യപ്രദേശിലെ വിഷ്ണു വിഗ്രഹവുമായി പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇവർ അഭിപ്രായം പറയാനാണ് വന്നിരിക്കുന്നത്. ഇവരുടെ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനിവർ കോടതിയിലേക്ക് വരണം? ഇവരുടെ വിഷ്ണു ഭഗവാന് ശക്തി ഉണ്ടെങ്കിൽ എന്തിനിവർ കോടതിയിലേക്ക് വരണം? വിഷ്ണു ഭഗവാനെ പൂജിച്ചോ, ഹോമം നടത്തിയോ, അല്ലെങ്കിൽ മറ്റ് പൂജാവിധി കർമ്മങ്ങൾ നടത്തിയോ നിങ്ങളതിന് പരിഹാരം കാണണ്ടേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, കോടതിയിൽ കൊണ്ടുവന്നത്? അതുകൊണ്ടല്ല അദ്ദേഹത്തിന് അഭിപ്രായം പറയേണ്ടത്. മാത്രമല്ല, അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിന് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പൂർവികർ മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറിൻ്റെ കാലഘട്ടത്തിൽ 1956 മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ മതം സ്വീകരിക്കുമ്പോൾ, ധമ്മം സ്വീകരിക്കുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുത്ത് മതം സ്വീകരിച്ച ആളുകളാണ് ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ പൂർവികർ. ചീഫ് ജസ്റ്റിസ് ബൗദ്ധ സാംസ്കാരികതയിൽ ജീവിക്കുന്ന ആളുകളാണ്. പുരോഗമനം, ലോകത്തിൻ്റെ 23 രാഷ്ട്രങ്ങളിലുള്ള ഒരു സാംസ്കാരികത, അതാണ് ബൗദ്ധ സാംസ്കാരിക. ലോകത്തിലെ 23 രാഷ്ട്രങ്ങളിൽ ബൗദ്ധ സാംസ്കാരികതയുണ്ട്.
ഈ കിഷോർ ഈ കിഷോർ രാകേഷ് എറിഞ്ഞ ഷൂ എടുത്തെറിഞ്ഞ കിഷോർ രാകേഷ് എന്താണ്, ഏത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്? ബൗദ്ധ രാഷ്ട്രത്തിൻ്റെ സംവിധാനമായ അവിടുത്തെ ഉൽപ്പന്നമായ കാറുകൾ, അവരുടെ മൊബൈൽ ഫോണുകൾ, അവരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബൗദ്ധ രാഷ്ട്രങ്ങൾ സൃഷ്ടിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗണപതി ഹോമവും വിഷ്ണു പൂജയൊക്കെ നടത്തുന്ന ഇവർ ഇത് എറിയുന്നത്. നാണമില്ലേ നിങ്ങൾക്കിത്? ഒരു നാണം വേണ്ട മനുഷ്യനായ ശാസ്ത്രത്തിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റിയിട്ട് വിഷ്ണുവിൻ്റെ പ്രതിമ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ഷൂ എടുത്തെറിയാൻ ഭരണഘടനയ്ക്ക് നേരെ ഷൂ എറിയാൻ നാണമില്ലേ? അപ്പോൾ ഗവായിയുടെ പൂർവികർ മതം സ്വീകരിച്ചത് ബൗദ്ധ സംസ്കാരം സ്വീകരിക്കുന്ന അംബേദ്കറിൻ്റെ കാലഘട്ടത്തിലാണ്. അന്ന് അംബേദ്കർ സ്വീകരിച്ച 22 പ്രതിജ്ഞകളുണ്ട്. 22 പ്രതിജ്ഞകൾ. ആ പ്രതിജ്ഞകളിൽ അന്ന് മുതൽ ഇന്ന് വരെ ഗവായി വരെ തുടരുന്നത് എന്താണ്? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഈ ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്നവരായിരിക്കത്തില്ല ബൗദ്ധ സാംസ്കാരികത പിന്തുടരുന്നവർ എന്ന് തന്നെയാണ്. അതാണ് ഗവായി കാണിച്ചത്. അതിൽ തെറ്റെന്താണ്? നിങ്ങൾക്കവിടെ ക്ഷേത്രം പണിയരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കവിടെ വിഗ്രഹം വെക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വിഷ്ണുവിൻ്റെ പ്രതിമ അവിടെ കൊണ്ട് വെക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. മഹേശ്വരൻ്റെ പ്രതിമ കൊണ്ട് വെക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. വെക്കും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അഭിപ്രായം പറയാൻ ഒരു ചീഫ് ജസ്റ്റിസ് തയ്യാറാകണമെന്ന് പറഞ്ഞാൽ ശരിയല്ല. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് നിയമപരമായി ചോദ്യം ചെയ്യണമെങ്കിൽ അങ്ങനെ ചോദ്യം ചെയ്യാമായിരുന്നു. പകരം നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹിന്ദു തീവ്രവാദി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ഷൂ എടുത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരെ നിങ്ങൾ എറിഞ്ഞത്. നിങ്ങൾ പഠിച്ചത് നിയമമല്ലേ? ഭരണഘടന പാലിക്കണം, ഭരണഘടന അനുസരിക്കണം, പ്രാക്ടീസ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഷൂ എടുത്തെറിഞ്ഞു? നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സനാതന ധർമ്മമെന്ന ഹിന്ദു തീവ്രവാദം, മനുഷ്യന് ആവശ്യമില്ലാത്ത വിവേചന സംസ്കാരം, ആ സംസ്കാരം നിങ്ങൾ പിന്തുടരണമെന്ന് ശഠിക്കുന്നതായിരുന്നു. കാരണം നിങ്ങളുടെ പിന്നിൽ ശക്തിയുണ്ട്. നിങ്ങളുടെ പിന്നിൽ ഇത്തരം തീവ്രവാദ സംഘങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിനകത്ത് നിങ്ങൾ ഷൂ എടുത്തെറിഞ്ഞത്. അപ്പോൾ വ്യവസ്ഥിതി നമ്മൾ അനുസരിക്കേണ്ടത് ഭരണഘടന എന്ന നിലയിലാണ്. ഇന്ത്യയുടെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതാണ് അനുസരിക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ ഷൂ എടുത്തെറിഞ്ഞത് നിങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെയാണ് നിങ്ങൾ ഷൂ എടുത്തെറിഞ്ഞത്. ഇന്ത്യക്കകത്ത് ജീവിച്ചുകൊണ്ട് ഇന്ത്യയുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റി ഇന്ത്യയുടെ നിയമം പഠിച്ച് അത് പ്രാവർത്തികമാക്കേണ്ട ആളുകൾ ഇന്ത്യക്ക് നേരെ തന്നെ ഷൂ എറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യവിരുദ്ധനാണ്, രാഷ്ട്രവിരുദ്ധനാണ് ഈ കിഷോർ രാകേഷ് എന്ന് പറയുന്ന ആൾ. യഥാർത്ഥത്തിൽ നിങ്ങളെപ്പോലെയുള്ള മത തീവ്രവാദികളാണ് ഈ രാജ്യത്തിന് കുഴപ്പം സൃഷ്ടിക്കുന്നത്. ജയ് ഭീം.